KM മാത്തോട്ടം എഴുതിയ ഒരു പുസ്തകത്തിൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരികയോട് കൂടി എഴുതിയ പുസ്തകത്തിൽ ചെണ്ട അതുപോലെ തന്നെ മത്തള മുതലായ ആനകളും ജായിസാണ് എന്ന് അദ്ദേഹം എഴുതിയതായിട്ടാണ്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇതൊക്കെ ജായിസാന്ന് പറഞ്ഞാൽ വെച്ചാൽ ജായിസാന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞതിൽ ഒരു കളവുണ്ട്. അതായത് കാന്തപുരം AP മുസ്ലിയാർ അവതാരിക എഴുതിയത് എന്ന് പറഞ്ഞത് ശരിയല്ല. അത് ചാലിയത്ത് AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുടെ അയാൾ എഴുതിയതാണ്. അയാൾ എഴുതിയത് AP എന്ന് പറയുമ്പോൾ ഈ കാന്തപുരം എന്ന് പറയുന്ന AP കാണുമ്പോൾ ഈ കാന്തപുരം എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹിദുകളെ ഞങ്ങൾ എത്തിച്ചു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. ഉറുപ്പില്ലാതെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഈ ലക്കം എഴുതിവിട്ടിട്ടുണ്ട്. ഉറുപ്പ് വേണ്ടേ അവർക്ക്? കാന്തപുരം എന്ന പുസ്തകത്തിലില്ല. അതിലുള്ളത് AP അബൂബക്കർ മുസ്ലിയാറിന്. അത് ചാലിയത്തിന്റെ ഒരു AP ഒരു സാധു മനുഷ്യൻ അയാളെ എഴുതിയതാണ്. ഏതോ ആവട്ടെ പറഞ്ഞു നമുക്ക് നുണ പറയുകയാണെങ്കിലും വേണ്ട ഉഷറും കൂടി. അങ്ങനെ എത്ര AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാവും? അത് യഥാർത്ഥത്തിലുള്ള AP അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ. അത് വിടൂലാന്ന് കണ്ടപ്പോ മൂപ്പര് കളന്മാര് ചവിട്ടിയിട്ട് പറയണത് AP 73 അവതാരിക എഴുതി കൊടുത്തതിൽ എങ്ങനെയാണ് 84 ഇറങ്ങുന്ന അല്ലുർഫാദിനെ പറ്റി പറയാൻ ഇരാടട്ടിപ്പ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇയാൾ ഈ പുസ്തകത്തിൽ കാന്തപുരം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളും ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ പുസ്തകത്തിൽ ചെണ്ടമുട്ട് ഹലാലാണെന്നില്ലേ? കരിമരുന്ന് പൊട്ടിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തകരാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? കുഴൽ വിളി പാടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഏതാണ് നിങ്ങൾ പറയാത്തത്? ഇതാണ് എന്റെ ചോദ്യം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ, അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്നാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേര്. പരിഷ്കരിച്ച 2ാം പതിപ്പിറക്കിയപ്പോൾ ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന പേരിലാണ്. ഞങ്ങൾ ഇറക്കിയതല്ല, നിങ്ങളുടെ മാത്തോട്ടം മുഹമ്മദ് കോയ ഇറക്കിയത്. ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ട്, കുഴൽവിളി, കരിമരുന്ന് പോലെയുള്ള കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അവതാരിക AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയിട്ടുണ്ടോ ഇല്ലേ? AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ടും കരിമരുന്നും കുഴൽവിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇതാ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. കുറെ സമയം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്കാരെ വട്ടാക്കുക. അപ്പൊ ആളുകൾ വിചാരിക്കും സലഫികൾ എന്തോ തട്ടിപ്പ് ചെയ്തിട്ടുണ്ട്, കാന്തപുരം ഉസ്താദിന്റെ പേരിൽ എന്തോ നോണ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കാണ്. നിങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ആ നിലക്ക് പറഞ്ഞൊഴിഞ്ഞു മാറാൻ കഴിയൂല. ഇവിടെ മൂപ്പരുടെ ഒഴിഞ്ഞു മാറ്റം നിങ്ങളൊന്ന് കേൾക്കുക. ഓരോന്നോരോന്ന് വെച്ച് ആ കള്ളത്തരപ്പ പിടികൂടി കാണിച്ചു തരാം. ശ്രദ്ധിച്ചോളി. പിന്നെ മൂപ്പരെന്താണ് പറയും? കാന്തപുരം ഒരു അവതാരിക എഴുതി. ഞാൻ എഴുതിച്ചിരങ്ങൾ കൊണ്ട് അവതാരിക്കാം. ചില വിഷയം ആദ്യം പറയാം. ആണ്ട് നേർച്ചയും അപവാദങ്ങളും, ഇങ്ങനെ ഒരു പുസ്തകത്തിൽ കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതിയിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ മൗലവിക്ക് സാധ്യവും അല്ല. വിഷയം ഞാൻ പറഞ്ഞുതരാം, ക്ഷമിച്ചിരുന്നു. നമ്മൾ ഈ ആണ്ട് നേർച്ചയിൽ അനാചാരം നടത്തുന്നതിനെ പറ്റി നമ്മളെ അഭിപ്രായം എന്തായി? അതാദ്യം പറയുന്നത്. ഒരൊറ്റ അനാചാരത്തിൽ നമ്മളും അനുകൂലമല്ല, നമ്മളെ ആലിമികളും അനുകൂലമല്ല. വടകരയിൽ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ മഹാനവറുകളൊക്കെ സമസ്തയിൽ വരുന്ന കാലം സമസ്തന്റെ ആലിമീങ്ങൾ വ്യക്തമായി പറഞ്ഞു, നേർച്ചയിൽ അനാചാരങ്ങളുള്ളതൊക്കെ നിർത്തണം, നേർച്ചയിൽ നല്ല കാര്യങ്ങളെ നടത്താവൂ, ആണ്ട് നേർച്ചകളിൽ പലസ്ഥലത്തും അനാചാരം നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് സമസ്തന്റെ ആലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു. ഞാൻ വെറുതെ പറയല്ല. ഇത് അൽബയാൻ, അന്നത്തെ നമ്മളെ പത്രമാണ് അൽബയാൻ, അറബി മലയാളത്തിലുള്ള പത്രം. ഇതിന്റെ 267 പേജിൽ അന്ന് മൗലാന MA ഉസ്താദ് അവർക്ക് ദീർഘായുസ് മാഫിയത്ത് കൊടുത്തു. അന്ന് എഴുതിയതുണ്ട്, ഇന്നും ഞങ്ങളുടെ സമസ്തന്റെ നേതാവാണ് MA ഉസ്താദ്. അന്ന് ബഹുമാനപ്പെട്ടവർ എഴുതിയ ഞാൻ നോക്കി വായിക്കാം. നമ്മുടെ അഭിപ്രായം എന്താണെന്ന് നോക്കുക, ശരിക്കും പഠിക്കണം. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചോളൂ ജനങ്ങളെ. ഇപ്പൊ മൂപ്പരെന്താ പറഞ്ഞേ? MA ഉസ്താദ് അന്നേ എഴുതിയിട്ടുണ്ട് ഇത് അനാചാരാണ് എങ്കിൽ MA ഉസ്താദ് അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ MA ഉസ്താദിനേക്കാൾ നിങ്ങൾ ബഹുമാനിക്കുന്ന നേതാവാണ് ഷാലിയാത്തി. ആ ഷാലിയാത്തി ചെണ്ടമുട്ടും കുഴൽവിളിയും അനുവദനീയമാണ് എന്ന് എഴുതിയ പുസ്തകത്തിനാണ് നിങ്ങൾ അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്താണ് ഇതിൽ എഴുതിയത് എന്ന് പറയുന്നത് പിന്നീട് ഞാൻ വിശദീകരിച്ചു തരാം. ശ്രദ്ധിച്ചോളൂ. ഇത് വായിക്കുമ്പോഴാണ് മൂപ്പരുടെ തെറ്റ് ഇന്നലെ സംഭവിച്ചത്. എന്ത്?
മസാറ് എന്ന് നോക്കി വായിക്കേണ്ടതില്. അപ്പോഴാണ് മറ്റു ചാറുകളിലും എന്ന് വന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളി. ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. വാർഷിക യോഗത്തിൽ വെച്ച് പല തീരുമാനവും ചെയ്യുകയും പല പ്രമേയങ്ങളും പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവയിൽ നിന്ന് 2 വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നേർച്ച സ്ഥലങ്ങളിലും മറ്റു ചാറുകളിലും ഉലമാഇന്റെ അറിവിൽപ്പെടാത്ത നിലയിൽ നടന്നുവരുന്ന അനാചാരങ്ങളെ നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രമേയമാണ്. ഇത് വിശദീകരിച്ചിട്ട് എം.എ. ഉസ്താദ് അവസാനം പറയാണ്, എന്നാൽ ചില പ്രദേശങ്ങളിൽ നേർച്ചകൾ, കല്യാണാടിയന്തരങ്ങൾ എന്നിവയുടെ അവസരം പതിവായി നാം കണ്ടുവരുന്ന സംഗതിയാണ്. മുട്ട്, വീണവലി, വെടിമരുന്ന് പ്രയോഗം മുതലായവ ഇവ ശറഇന്റെ ദൃഷ്ട്യാ ഹറാമാണെന്ന് പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതിയാണ്. ഒരു മിനിറ്റ് നമ്മൾ മുമ്പേ പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതി ശാലിയാത്തിക്ക് അറിയാതെ പോയി എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെ? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇതൊന്നും പാടില്ല, അനാചാരാണ്. ശാലിയാത്തി അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അനാചാരമല്ലാണ്, അനാചാരമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ ശാലിയാത്തി? അനാചാരമാണ് എന്ന് ശാലിയാത്തി എഴുതിയിട്ടില്ല. ശാലിയാത്തി ഇതൊക്കെ അനുകൂലിച്ച ആളാണ്. അതാണ് ഈ പുസ്തകം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. ബാക്കി കേട്ടോ. ഇത് നമ്മൾ മുമ്പേ നമ്മുടെ ആലിമീങ്ങൾ എഴുതിയതാ. ശ്രദ്ധിച്ചു കേട്ടില്ലേ? ഇത് മുമ്പേ ഞങ്ങളെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും മനസ്സിലായില്ലേ? ഇപ്പോ പണ്ടേ ഞങ്ങളെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞങ്ങളിതൊക്കെ അനാചാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ പേരോടനോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിത് ഏത് കൊല്ലമാണ് ഹലാലായത്? ആ ഡേറ്റ് ഒന്ന് പറയും. ഏത് കൊല്ലമാണ്? 952 അൽബയാനിലാണെന്നാണ് എന്റെ ഓർമ്മ നിങ്ങൾ വായിച്ചത്. അതെഴുതിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഏത് കൊല്ലമാണ് പിന്നെ ഇത് അനുവദനീയമായത്? കാരണം നിങ്ങളുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിലേക്ക് മാത്തോട്ടം മുഹമ്മദ് കോയ ശാലിയാത്തിയുടെ പുസ്തകത്തിന്റെ പരിഭാഷയുമായി ചെന്നപ്പോ ആ പുസ്തകത്തിലാണ് ഇയാൾ ഒപ്പിട്ടിട്ടുള്ളത്. അത് കാന്തപുരമാണ് പറയുന്നത്, കേട്ടോളൂ. കാന്തപുരം തന്നെ പറയുന്നത് കേട്ടോളൂ. എന്താ കാന്തപുരം പറഞ്ഞത്? മർഹൂം ശാലിയാത്തി അവർകൾ തന്റെ ജീവിതകാലത്ത് ഔലിയാക്കൾ, ശുഹദാക്കൾ തുടങ്ങിയ മഹാന്മാരുടെ മസാറുകളിൽ മുസ്ലിങ്ങൾ കഴിച്ചുവരാറുള്ള ആണ്ടുനേർച്ചകളെ പറ്റിയും അതിന്റെ മതവിധികളെ പറ്റിയും സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു ഫത്വയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അപ്പൊ ആ ഫത്വയല്ല, ആ ഫത്വയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് കാന്തപുരത്തിന് പുസ്തക കാണിച്ചത്. ഇയാൾ എന്താ ഇവിടെ പറഞ്ഞറിയോ? ശാലിയാത്തിയുടെ ഒരു ഫത്വ ഞാൻ മലയാളത്തിലാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അറിഞ്ഞതാ. അങ്ങനെ അറിഞ്ഞതല്ല, ആ പുസ്തകം തന്നെ കാണിച്ചു കൊടുത്തപ്പോ ആ പുസ്തകം തന്നെയാണ്, ആ പുസ്തകത്തിലെ ഉള്ളടക്കം വരെ കാന്തപുരത്തിന് അറിയാം. കാന്തപുരം എന്താ പറഞ്ഞിരുന്നു കേട്ടോളൂ. ആണ്ടുനേർച്ചകൾ അനാചാരമെന്നും അനിസ്ലാമികമെന്നും പെരുമ്പറയടിച്ച് നടക്കുന്നവരുടെ മായാവലയിൽ കുടുങ്ങി നട്ടം തിരിയുന്നവർക്ക് സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ ഈ പുസ്തകം ഉപകരിക്കും എന്നതിൽ പക്ഷാന്തരമില്ല. ഔലിയാക്കളുടെ മസാറുകളിൽ നടന്നുവരുന്ന ആണ്ടുനേർച്ചകളിൽ ബിദഅത്തും വലാലത്തുമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് സങ്കൽപ്പിച്ച് അത്തരം നേർച്ചകൾ നടത്തരുതെന്നോ അവിടങ്ങളിൽ പോകരുതെന്നോ പറയുന്നത് ശരിയല്ല. കാരണം ബിദഅത്തും വലാലത്തും വന്നുചേരുമെന്ന് കരുതി സുന്നത്തും ഹസനാത്തുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാവതല്ല എന്ന് കൃത്യമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, വിനീതൻ AP അബൂബക്കർ മുസ്ലിയാർ MFB 10/7/73 കാന്തപുരം എന്ന സ്ഥലവും വെച്ചിട്ട് എഴുതിയിട്ട്